ഇന്ത്യൻ രാഷ്ട്രീയക്കാരിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വിയോഗ വാർത്ത ഇന്ന് രാവിലെയാണ് നമ്മളെ തേടിയെത്തിയത്. ഒരു കാലത്ത് ഇടത് പക്ഷ കോട്ടയായിരുന്ന ബംഗാളിൽ ജ്യോതി ബസുവിൻ്റെ പിൻഗാമിയായി 2000-ലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. 2011 വരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. പക്ഷേ അതിന് പിന്നാലെ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നാണ് അദ്ദേഹം ആ കസേരയിൽ നിന്ന് പടിയിറങ്ങുന്നത്. ബംഗാളിൽ തന്നെ CPM-ൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വിജയം, അതുപോലെ തന്നെ ചരിത്രത്തിലെ വലിയ തോൽവിയും നേരിടേണ്ടി വന്നതും ഒരുപക്ഷെ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്ത് തന്നെയാണ്. ആ രീതിയിൽ മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും കവിയെയും എഴുത്തുകാരനെയും ഒക്കെയാണ് ഭട്ടാചാര്യയുടെ വിയോഗത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് നഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെയും സംഭാവനകളെയും ഓർത്തെടുക്കുകയാണ് നമ്മളിനി. അജിംസ്, വളരെ ലാളിത്യത്തിൻ്റെ മുഖമായാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ അറിയപ്പെടുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് വെറും 5000 രൂപയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ 11 വർഷത്തോളം അവിടെ ഭരിച്ചു. പക്ഷേ പിന്നെ എന്താണ് വലിയ തോൽവിക്ക് കാരണമായത്? ഈ വ്യക്തിപരമായ ലാളിത്യം, വ്യക്തിപരമായ സത്യസന്ധത, വ്യക്തിപരമായ നിഷ്കളങ്കത എന്നിവ ഈ രാഷ്ട്രീയത്തിൽ കാര്യമായി വിലപ്പോവില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം. ഇപ്പോൾ മണിക് സർക്കാർ ത്രിപുര മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം സൈക്കിൾ ഓട്ടി നടന്ന ആളാണ്. ഇതിലും ലളിത ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ലളിത ജീവിതവും രാഷ്ട്രീയവും തമ്മിലുള്ളൊരു കോറിലേഷൻ ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ലളിത ജീവിതത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ. മഹാത്മാഗാന്ധിയെ ലളിത ജീവിതം നയിപ്പിക്കാൻ വേണ്ടി വലിയ പൈസ ചിലവാക്കേണ്ടി വരുമായിരുന്നു എന്നാണ് പറയാറുള്ളത്. അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിനിൽ ആടിനെ കൊണ്ടുപോകായിരുന്നു, ആട്ടിൻപാലായിരുന്നു അദ്ദേഹം കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലളിത ജീവിതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതത്തെ ഇകഴ്ത്തി കാണിക്കുകയൊന്നുമല്ല. ഉമ്മൻചാണ്ടി ലളിത ജീവിതമുള്ള ആളായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു യുവ നേതാവായിട്ട് CPM-ൽ ഉയർന്ന ആളാണ്. DYFIയുടെ ബംഗാൾ ഘടകത്തിൻ്റെ നേതാവായിട്ട് ഉയർന്ന ആളാണ്. പിന്നീട് അദ്ദേഹം MLA ആയി, പടിപടിയായി മന്ത്രിയായി. ഒരിക്കൽ തോറ്റപ്പോൾ അടുത്ത മണ്ഡലം മാറി അദ്ദേഹം ജാദവ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ, ജാദവ്പൂരിന് കൽക്കത്തയുടെ ചേർന്നൊരു മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലത്തിൽ അദ്ദേഹം അദ്ദേഹം തോക്കുന്നു. 2011 വരെ അദ്ദേഹം തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ച ഒരാളാണ്. പിന്നെ അദ്ദേഹം ഈ സാഹിത്യ തൽപരനായിട്ടുള്ള ഒരാളാണ്. ധാരാളമായി വായിക്കുന്ന ആളാണ്. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാഹിത്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും സമാന്തരമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ജ്യോതി ബസു എന്ന് പറയുന്നൊരു മഹാമേരു, അദ്ദേഹം രാഷ്ട്രീയ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. തൊട്ടുടനെ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വോട്ടിംഗ് ശതമാനത്തോടെ ജയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ CPM-ൻ്റെ തന്നെ വിധി നിശ്ചയിച്ച നന്ദിഗ്രാമിലെ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പലരും, പ്രത്യേകിച്ചും CPM-ൻ്റെ വിമർശകർ പലരും പറയും ബുദ്ധദേവ് അവിടെ CPM-നെ ഇല്ലാതാക്കിയെന്നാണ് പറയുക. ശരിക്കും അത് ബുദ്ധദേവിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്. കാരണം ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നൊരു വ്യക്തി എടുക്കുന്ന ഒരു തീരുമാനമല്ലല്ലോ ലെഫ്റ്റ് ഫ്രണ്ട്, ബംഗാളിലെ ഇടതു മുന്നണി സർക്കാർ നടപ്പാക്കുക. അതൊരു പാർട്ടിയുടെ, ഒരു മുന്നണിയുടെ നയമാണ്. ഇനി പാർട്ടിയുടെ നയം ആണെന്ന് തന്നെ പരിശോധിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ആഗോളവൽക്കരണത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, അതുമായിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യണം എന്ന കാര്യത്തിൽ CPM ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ആശയക്കുഴപ്പത്തിന് അവർ മാതൃകയാക്കുന്നത് എവിടെയാണ്? ചൈനയാണ്. ചൈന ആഗോളവൽക്കരണത്തിന് ശേഷമല്ല, പ്രത്യേകിച്ചും അവിടെ സാമ്പത്തിക പരിഷ്കരണത്തിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുകയും സ്വകാര്യ മൂലധനങ്ങൾ ആകർഷിച്ചുകൊണ്ട് വ്യവസായ വളർച്ച ഉണ്ടാക്കുകയും ഉൽപ്പാദനം കൂട്ടുകയും ചെയ്യുക എന്നുള്ളൊരു തന്ത്രമാണ് ചൈന സ്വീകരിച്ചത്. ചൈന അർത്ഥത്തിൽ എക്കണോമിക്കലി ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ആഗോളീകരണ കാലത്ത് സ്വകാര്യ മൂലധനത്തോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ CPM-നകത്ത് വലിയ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ മൂലധനത്തെ പൂർണ്ണമായും അകറ്റി നിർത്തേണ്ടതില്ല, സ്വകാര്യ മൂലധനത്തെയും വിദേശ മൂലധനത്തെയും എന്നൊരു തോട്ട് CPM-നകത്ത് തന്നെ വളർന്നു വന്നു. ആ CPM-ൻ്റെ ഒരു നിലപാട് തന്നെയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ആ പോളിസിയിലല്ല പ്രശ്നം. സ്വകാര്യ മൂലധനം കൊണ്ടുവരിക, വിദേശ മൂലധനം കൊണ്ടുവരിക, വ്യവസായ വളർച്ച ഉണ്ടാക്കുക. ബംഗാൾ പോലെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ സാമ്പത്തിക വളർച്ചയിലേക്ക് കൊണ്ടുവരിക, അവിടെ വ്യവസായ വളർച്ച ഉണ്ടാക്കുക, തൊഴിൽ സൃഷ്ടിക്കുക തുടങ്ങിയ നയങ്ങൾ. ആ നയങ്ങൾ ബുദ്ധദേവിൻ്റെ നയങ്ങളല്ല, അത് പാർട്ടിയുടെ നയങ്ങളാണ്. പക്ഷേ ഈ പാർട്ടിയുടെ നയം നടപ്പാക്കിയത് എങ്ങനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ബംഗാളിൽ ഫലഭൂയിഷ്ടമായ കൃഷിഭൂമികൾ ഏറ്റെടുത്ത് സിംഗൂരിൽ ടാറ്റയുടെ പ്ലാന്റ് ഉണ്ടാക്കാനും നന്ദിഗ്രാമിൽ സലീം ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഇന്തോനേഷ്യൻ കമ്പനിക്ക് കെമിക്കൽ ഫാക്ടറി തുടങ്ങാനും വേണ്ടി ഭൂമി ഏറ്റെടുത്ത് നൽകാനുള്ള ശ്രമമാണ് അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയത്.
അപ്പോൾ ഒരു പ്രതിഷേധത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അല്ലെങ്കിൽ ഒരു CPM-ൻ്റെ ഒരു സർക്കാർ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ CPM-നെ സംബന്ധിച്ച് പ്രതിഷേധിക്കുന്നതാണ്. CPM-ൻ്റെ ബംഗാളിലെയും കേരളത്തിലെയും ഒക്കെ സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സർക്കാരിനെ വിമർശിക്കുക, ആ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിനെ ഏതു വിധേനയും ഇല്ലാതാക്കുക, അല്ലാതെ ആ പ്രതിഷേധത്തെ കേൾക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു പൊതു സമീപനം. ഇത് ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് മാത്രം സംഭവിക്കുന്ന പിഴവല്ല, അതിപ്പോൾ കേരളത്തിലാണല്ലോ അങ്ങനെ തന്നെയാണ്. സർക്കാരിനെ വിമർശിക്കുക, സർക്കാരിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ, പൗരൻ്റെ അവകാശമാണല്ലോ ഒരു സർക്കാരിനെ വിമർശിക്കുക, സർക്കാർ ചെയ്യുന്നതിലും നടപടിക്കെതിരെ പ്രതിഷേധിക്കുക എന്നുള്ള ജനാധിപത്യപരമായി ഒരു പൗരൻ്റെ അവകാശമാണ്. അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നിയമം വരുന്നതിന് മുമ്പാണ് ഈ 2007 ഈ പറയുന്ന നന്ദിഗ്രാമിൽ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫലഭൂയിഷ്ടമായ ഒരു കൃഷിഭൂമി വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ ആ കർഷകരുമായി കൺസൾട്ട് ചെയ്യുക, അവരുടെ ആശങ്കകൾ പരിഹരിക്കുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അവർക്ക് മാന്യമായ വേതനം നൽകുക, ഇതൊക്കെ ഒരു സർക്കാർ ചെയ്യേണ്ടതാണ്. ഇതൊന്നും ഇല്ലാതെ വന്നപ്പോൾ അവർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം രൂക്ഷമായി. ആ രൂക്ഷമായ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പാർട്ടി കേഡർമാരെ ഇറക്കി വിട്ടു. അവരുടെ വെടിയേറ്റ ആളുകൾ മരിച്ചു. അതായത് പ്രതിഷേധകരെ വെടിവെക്കാൻ പോലീസല്ല, പാർട്ടി കേഡേഴ്സ് തന്നെ പോയി വെടിവെക്കുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മമതാ ബാനർജി നേതൃത്വത്തിലൊരു സോക്കോൾഡ് മഴവിൽ മുന്നണി ഉണ്ടാകുന്നു. മമതാ ബാനർജി മാത്രമല്ല, അവിടുത്തെ ബംഗാളിലെ സിവിൽ റൈറ്റ്സ് ഗ്രൂപ്പ്, എഴുത്തുകാർ, സാഹിത്യകാരികൾ, മഹാശ്വാദ ദേവ് പോലുള്ള സാഹിത്യകാർ, ജ്ഞാനപീഠം ജേതാക്കൾ പോലും ആ സമരത്തിൽ കർഷകരോടൊപ്പം നിൽക്കുന്നു. അപ്പോൾ ആ സമരത്തോട് സ്വീകരിച്ച നടപടി തെറ്റായിപ്പോയി എന്ന് തുറന്നു പറയുകയാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ ചെയ്തത്. നമ്മുടെ കുട്ടികൾ ചെയ്തത് തെറ്റാണ് എന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോൾ സ്വയം വിമർശനപരമായ ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കാൻ തന്നെ 2011 തെരഞ്ഞെടുപ്പ് തോൽവിയേണ്ടി വന്നു. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമ്മൾ ഒരു നയം എന്തുവാട്ടെ, നയം തെറ്റോ ശരിയൊക്കെ ആവാം, നയം എങ്ങനെ നമ്മൾ നടപ്പാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏത് നയവും അത് എങ്ങനെ ജനങ്ങളോട് നമ്മൾ സമീപിക്കുന്നു, ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അഹങ്കാരികളായി മാറുന്നുണ്ടോ. ഭരണവർഗം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ജനങ്ങളുടെ മുമ്പിൽ ഔദ്ധത്യം, അഹങ്കാരം, ധാർഷ്ട്യം ഇതൊരിക്കലും കാണിക്കാൻ പാടില്ല. കാരണം കുറേ നാൾ അവരത് സഹിക്കും, ജനങ്ങൾ ഒരുപക്ഷെ കുറേ നാൾ സഹിക്കും, പല കാരണങ്ങൾ സഹിക്കും. പക്ഷെ അവർക്ക് അളമുട്ടുമ്പോൾ അവർ തിരിച്ച് പ്രതിഷേധിക്കും. ആ പ്രതിഷേധം നമ്മൾ വിചാരിക്കുന്നത്ര സിമ്പിളോ അല്ലെങ്കിൽ ലഘുവോ ആയിരിക്കില്ല എന്നുള്ളതിന് ഇപ്പോൾ ത്രിപുരയും ബംഗാളും ഒക്കെ ഉദാഹരണമാണ്. അപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യ ഓർക്കുമ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് CPM-കാരാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു പാഠമാണ്, ടെക്സ്റ്റ് ബുക്കാണ്. CPM-നെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ബുദ്ധദേവ് ഭട്ടാചാര്യയും ആ വ്യക്തി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ബംഗാൾ അനുഭവം ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യ അതിൽ നിന്ന് പഠിച്ചു. അദ്ദേഹം ആ തെറ്റ് തിരുത്തുകയും സ്വയം തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം രോഗബാധിതനായ ദീർഘനാൾ കിടപ്പിലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. പക്ഷേ ബംഗാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെങ്കിലും അതൊരു CPM ടെക്സ്റ്റ് ബുക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. അപ്പോൾ നിഷാദ്, അങ്ങനെ വരുമ്പോൾ ബംഗാളിലെ ഇടത് കോട്ടകളിലെ തകർച്ചയ്ക്ക് കാരണക്കാരനായ ഒരാൾ എന്ന രീതിയിൽ കൂടി നമ്മൾ അദ്ദേഹത്തെ കാണേണ്ടതുണ്ടോ? അല്ല, ഇപ്പം നേരത്തെ തുടങ്ങിയപ്പോൾ അജിംസ് പറഞ്ഞല്ലോ, വ്യക്തിപരമായ ഒരാളെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ആകെ തന്നെ അടിത്തറ തകർന്നുപോയി എന്ന നിലയ്ക്കല്ല പശ്ചിമ ബംഗാളിലെ ബുദ്ധദേവിൻ്റെ ഭരണകാലത്തെ പ്രശ്നങ്ങളെ കാണേണ്ടത്. ഒന്നാമത് CPIM-ൻ്റെ നയപരിപാടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ബംഗാളിൽ ചില ചേഞ്ചസ് എടുക്കാൻ അവർ തീരുമാനിക്കുന്നത്. എന്ന് വെച്ചാൽ CPM പാർട്ടി കോൺഗ്രസിൻ്റെ അംഗീകരിച്ച പ്രമേയത്തിൽ അവർ പറഞ്ഞ കാര്യമുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് നൈമിഷികവും താൽക്കാലികവുമായ ജീവിത പരിസരങ്ങളും സുഖങ്ങളും അല്ല ഏർപ്പാടാക്കേണ്ടത്, മറിച്ച് ദീർഘകാല സ്വഭാവത്തിലുള്ള ജനക്ഷേമ പദ്ധതികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന നയത്തെ മുൻനിർത്തിക്കൊണ്ട് പശ്ചിമ ബംഗാളിൽ നീണ്ട 30 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചതിന് ശേഷവും ഇടതുപക്ഷം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് വികസന സൂചികകളിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ കൊളോണിയൽ കാലത്ത്, ബ്രിട്ടീഷ് കാലത്ത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ മേജർ ഷെയർ ഹോൾഡ് ചെയ്തിരുന്ന ഒരു സംസ്ഥാനം പിന്നീട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വലിയ തോതിലുള്ള തകർച്ച നേരിടുന്നത്, അതിൻ്റെ വ്യവസായ മേഖല തകർന്നു പോകുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അവ എല്ലാ കാലത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഇളവുകൾക്കും സൗജന്യങ്ങൾക്കും പദ്ധതികൾക്കും കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ആ സംസ്ഥാനത്തിന് സ്വയമേവ ഉയരാൻ, അതിൻ്റെ വ്യാവസായികമായ പ്രൗഢിയും ചരിത്രവും തിരിച്ചു പിടിക്കാൻ നയത്തിലൊരു ചെറിയ ചേഞ്ച് എടുക്കേണ്ടതുണ്ടെന്ന് CPM തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് രാവിലെ ഇറങ്ങിയിട്ട് കോർപ്പറേറ്റുകളുമായി ബന്ധം ഉണ്ടാക്കാനും വൻതോതിൽ ഭൂമി ഏറ്റെടുക്കാനും കഴിയില്ല. അതാണ് CPM-ൻ്റെ സ്ട്രക്ചർ. അത് ബുദ്ധദേവ് ഭട്ടാചാര്യ ഒരു പക്ക കോമ്രേഡാണ്. CPIM-ൻ്റെ നയപരിപാടികൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുകയും CPM തീരുമാനിച്ചത് പ്രകാരം ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും BB അംഗമൊക്കെ അയാളാണല്ലോ. അപ്പോൾ CPM-ൻ്റെ തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കുന്നിടത്ത് നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ ജനങ്ങളുടെ വികാരത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ, അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആവാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഇപ്പോൾ
റഷ്യയിലെ സ്റ്റാലിൻ്റെ മരണത്തിന് ശേഷം ക്രൂഷ്ചേവ് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വിപ്ലവ നേട്ടങ്ങളുടെ സംരക്ഷണത്തിനും സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും ചില കടുംപിടുത്തങ്ങൾ വേണം എന്ന് സ്റ്റാലിൻ വിചാരിച്ചു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ കടുംപിടുത്തത്തിലും തീരുമാനത്തിലുമായിരുന്നു സർവ്വ ദുരന്തങ്ങളും ഒളിച്ചേർന്നിരുന്നത് എന്നാണ്. അപ്പോൾ ബംഗാളിൻ്റെ വീണ്ടെടുപ്പിനും ബംഗാളിൻ്റെ കുതിപ്പിനും നമുക്ക് വ്യാവസായിക വളർച്ച ഉണ്ടാവേണ്ടതുണ്ട്, അതിന് നയപരമായ ചില ചേഞ്ചസ് എടുക്കേണ്ടതുണ്ട് എന്ന് ബുദ്ധേവ് ഭട്ടാചാര്യ വിചാരിക്കുന്നു. ബുദ്ധേവ് ഭട്ടാചാര്യ ഏതെങ്കിലും തരത്തിൽ ടാറ്റയുടെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിച്ചേക്കാം, സലിം ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് വാങ്ങി പൈസക്കാരനായേക്കാമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഔദ്യോഗിക വസതി ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല, ചെറിയ മുറിയിലാണ് താമസിച്ചിരുന്നത്. ഇറങ്ങിപ്പോകുമ്പോഴും 5000 രൂപ മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. വ്യക്തിപരമായി അങ്ങനെ വലിയ പണം ഉണ്ടാക്കി ഈ പലയിടത്തും നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സിനെ പോലെ അങ്ങനെ വലിയൊരു ഹുങ്കിൽ ജീവിച്ച ആളല്ല. അതേസമയം ബംഗാളിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ചില വിഷൻ ഉണ്ടായിരുന്നു. ആ വിഷന് വേണ്ടി അദ്ദേഹം എടുത്ത വഴിയിൽ ചില പാളിച്ച പറ്റിപ്പോയി. ആ പാളിച്ചയുടെ ദുരന്തമാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയത് എന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാത്രമായി CPM-ൻ്റെ പൊതുവെ ഇപ്പോൾ ദീർഘകാലം 5 പതിറ്റാണ്ട് കാലം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ധാരയ്ക്കൊപ്പം സഞ്ചരിച്ച ഒരാളാണ്. രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ബുദ്ധിജീവിയുമായിരുന്ന ഒരാൾ. നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യരംഗത്ത് വലിയ കമ്പമുണ്ടായിരുന്ന വിഖ്യാതരായ എഴുത്തുകാരുടെ വിവർത്തന കൃതികൾ രചിച്ചിട്ടുള്ള, നാടകങ്ങൾ എഴുതിയ, ആ നിലയ്ക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു നേതാവാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയപരിപാടികളെ സ്വാധീനിച്ച ഒരാളാണ്. ബംഗാളിലെ ഏറ്റവും പോപ്പുലറായ നേതാവായിരുന്ന ആളാണ്. 2011 അദ്ദേഹം അധികാരമേറ്റ ശേഷമാണ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറ്റവും വലിയ ശക്തിയായിട്ട് ഇന്ത്യയിൽ മാറിയത്. ഒന്നാം UPA സർക്കാരിൻ്റെ ഫോർമേഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പങ്കാളിത്തം നമുക്കറിയാവുന്ന പോലെ ഏറ്റവും പ്രതാപകാലമായിരുന്നു. അതായത് ആ UPA സർക്കാരിലെ ഏറ്റവും നിർണായക ചാലക ശക്തിയായി ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് ബംഗാളിൽ നിന്ന് വലിയ നമ്പർ ഉണ്ടാക്കിയിട്ടാണ്. ആ നമ്പർ ഉണ്ടാക്കുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി? ഇദ്ദേഹമാണ്. അപ്പോൾ 2 തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുകയും പിന്നെ തോറ്റുപോവുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ബംഗാളിലെ ഏറ്റവും പോപ്പുലർ ലീഡേഴ്സിലുണ്ടായിരുന്നു. പക്ഷേ അവസാനം എടുത്ത ചില നയപരിപാടികൾ പാർട്ടിക്ക് അതിനെ ഡീൽ ചെയ്യുന്നതിൽ പാർട്ടിക്ക് ചില പിഴവുകൾ പറ്റിപ്പോയി. പിന്നെ ഫൈനലി അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, ഈ നന്ദിഗ്രാം പരിപാടിയിൽ നമുക്ക് ചില പാളിച്ചകൾ പറ്റിപ്പോയി. പക്ഷേ നന്ദിഗ്രാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എടുത്തിട്ടുള്ള വ്യവസായ വളർച്ച എന്ന് പറഞ്ഞ ആശയത്തിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല. അത് സമ്മതിക്കാൻ അദ്ദേഹം അപ്പോഴും തയ്യാറായിരുന്നില്ല. പക്ഷേ അത് നടപ്പിലാക്കിയ വഴിയിൽ ചില പാളിച്ച പറ്റിപ്പോയി എന്നാണ്. അതുകൊണ്ട് നിർഭാഗ്യവശാൽ അദ്ദേഹത്തെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റിനെ പുതിയ തലമുറ നന്ദിഗ്രാമിൻ്റെ CPM-ൻ്റെ അടിത്തറ ഇളക്കിയ ഒരാൾ എന്ന നിലയ്ക്ക് അനുസ്മരിക്കപ്പെടുന്നത് നിർഭാഗ്യകരമാണ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം. അതിന് പിന്നിലും ബുദ്ധേവ് ഭട്ടാചാര്യയ്ക്ക് ചരിത്രമുണ്ട്. അതുകൂടി നമ്മൾ ഓർക്കാൻ തയ്യാറാവുക എന്നത് പ്രധാന സംഗതിയാണ് എന്നുകൂടി പറയാം. യെസ്, അതാണ്. എന്തായാലും ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ജീവിതം ഉദാഹരണമാക്കേണ്ടത് തന്നെയാണ്. ഒരു ഭരണകൂടം എങ്ങനെയാണ് അവരുടെ ജനങ്ങളെ ഉൾക്കൊള്ളേണ്ടത്, കേൾക്കേണ്ടത് എന്നതുകൂടി നമുക്ക് ബംഗാളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ജനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എങ്കിൽ, കഴിഞ്ഞില്ല എങ്കിൽ, അതിന് ശ്രമിച്ചില്ല എങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന പാഠം കൂടിയാണ് ബംഗാളിലെ CPM-ന് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണം ഉണ്ടായ സമയത്ത് നൽകുന്ന ഒരു പാഠം കൂടി. അത് മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കൂടി അത് ഉൾക്കൊള്ളുമെന്ന് നമുക്ക് കരുതാം.